ഹലോ തഹസിൽദാർ സാർ, പറഞ്ഞതിലും ഒരല്പം ഞാൻ ലേറ്റ് ആയി പോയി അല്ലേ? കുഴപ്പമില്ല, പോലീസല്ലേ. എന്താ പോലീസുകാർ വാക്ക് പറഞ്ഞ പാലിക്കില്ലെന്നാണോ? അതല്ല, ഞങ്ങളെപ്പോലെ ഓഫീസ് ടൈമിന് തന്നെ ഇറങ്ങണമെന്ന് വിചാരിച്ചാൽ നിങ്ങൾക്ക് നടക്കില്ലല്ലോ. എന്താ തഹസിൽദാറുടെ പ്രശ്നം? പോലീസിന്റെ സഹായം വേണം എന്ന സ്റ്റേഷനിൽ വന്ന് പരാതി തരാനും വയ്യ. അതെ സാർ, ഈ യൂണിഫോമിലായിരിക്കുമ്പോൾ പോലും പറയില്ല. അതുകൊണ്ട് ഇതൊക്കെ മാറ്റി സാറ് സർക്കിൾ ഇൻസ്പെക്ടറും ഞാൻ തഹസിൽദാരും അല്ലാത്ത അവസ്ഥയിൽ നമുക്ക് തുടങ്ങാം. ഓക്കെ, വാ. അല്ല, മിസ്സിസ് ഇപ്പോൾ എവിടെ വർക്ക് ചെയ്യുന്നത്? നാട്ടിൽ തന്നെ. എല്ലാ സാറ്റർഡേസിലും ഇങ്ങോട്ട് വണ്ടി കയറും, സൺഡേ കാലത്തെ തിരിച്ചു പോവും. എന്ത് ചെയ്താലും സർക്കാർ ഞങ്ങളെ ഒരുമിച്ച് കഴിയാൻ സമ്മതിക്കില്ല എന്ന് തീരുമാനിച്ചു കഴിഞ്ഞാൽ പിന്നെ വേറെ വഴിയില്ലല്ലോ. ആ വാ. അപ്പോ ഈ കഥകളൊന്നും വലിച്ചഴയ്ക്കാതെ ജയ മിസ്സിംഗ് ആണെന്നുള്ള കാര്യം പുറത്തറിയാതെ അവളെ ഞാൻ കണ്ടെത്തണം അല്ലേ? അതെ, ഒഫീഷ്യലായ ഒരു അന്വേഷണം ആവുമ്പോൾ എങ്ങനെയെങ്കിലും ആ വാർത്ത ലീക്കാവും. ഒരു പെൺകുട്ടിയുടെ കാര്യമല്ലേ. ഒരു രാത്രി എവിടെയെങ്കിലും മാറി നിന്നു എന്നറിഞ്ഞാൽ ഒരു ജന്മം തുലയാനുള്ള അപവാദം തലയിൽ കെട്ടിവെക്കുന്നവരാ നമ്മുടെ നാട്ടുകാർ. അതൊക്കെ ശരി തന്നെ. എന്നാലും സുഭാഷ് എന്നെ സഹായിക്കണം. മറ്റാരും തുണയില്ലാത്ത ഒരു അമ്മയ്ക്കും മകൾക്കും വേണ്ടിയുള്ള റിക്വസ്റ്റാ. ഓക്കെ, ഞാൻ എൻ്റെ സ്വന്തം റിസ്കിൽ രഹസ്യമായൊരു അന്വേഷണം നടത്തി നോക്കാം. എങ്കിലും കുട്ടിയുടെ അമ്മയെ കൊണ്ടൊരു പരാതി സൈൻ ചെയ്ത് വാങ്ങിക്കണം. വേറൊന്നിനുമല്ല, ഏതെങ്കിലും ഒരു സാഹചര്യത്തിൽ നാളെ ഇതൊരു വാർത്തയായാൽ ഡിപ്പാർട്ട്മെന്റിന്റെ പ്രൊസീജിയറിനെ ബാധിക്കരുതല്ലോ. ന്യൂസ് ഫ്ലാഷ് ആവാതെ ഞാൻ നോക്കിയാൽ പോരെ? മതി. മറ്റെല്ലാത്തിലുപരി ജെഡിയുടെ മകളാണ് ജയ എന്ന സത്യം ഈ ഒരു മിസ്സിംഗ് ന്യൂസിലൂടെ പുറംലോകം അറിയരുതെന്നുമുണ്ട്. എനിക്ക് മനസ്സിലാവുന്നുണ്ട്. ജെ ഡിയെ പോലെ ഒരാളുടെ ഇമേജിന് അത് തീർച്ചയായും ദോഷം ചെയ്യും. മാത്രമല്ല, ഹമീദ് പറഞ്ഞ കഥ വെച്ച് നോക്കുമ്പോൾ ഗീതയോടുള്ള പകയിൽ ഇങ്ങനെ ഒരു പുതിയ സത്യം ഉൾക്കൊള്ളാൻ ജെ ഡി തയ്യാറായില്ലെന്നും വരും. അതെ, ആ ഒരു ഭയം ഗീതയ്ക്കുമുണ്ട്. എന്തായാലും നമുക്ക് ഈ കഥകളിലൊന്നും തലയിടാതെ തന്നെ മുന്നോട്ട് നീങ്ങാം. ജയയുടെ മിസ്സിംഗ് അത് മാത്രമാണ് നമ്മുടെ മുന്നിലെ പ്രശ്നം. അതിൽ കൈയുണ്ടെന്ന് വെറുതെയെങ്കിലും സംശയം തോന്നുന്ന ഏതെങ്കിലും ക്യാരക്ടർ നമ്മുടെ കഥയിലുണ്ടോയെന്ന് ഹമീദ് ഓർത്തു നോക്കിയേ. ഐ മീൻ, ജിഷ ജെ ഡിയുടെ വീട്ടിൽ കഴിയരുതെന്ന് ആഗ്രഹിക്കുന്ന നാദിറയല്ലാത്ത മറ്റാരെങ്കിലും ഉണ്ട്. എക്സാം കഴിയുന്ന ദിവസം ജെ ഡിയുടെ വീട്ടിലേക്ക് തിരിച്ചു പോകരുതെന്ന് ജയമോളെ പരസ്യമായി ഭീഷണിപ്പെടുത്തിയ ഒരാളുണ്ട്. റോക്കി, നാദ്രയുടെ അങ്കിളാ. അത്യാവശ്യം ഗുണ്ടായുസൊക്കെ ഉണ്ടായിരുന്നൊരു കക്ഷിയാ. ഓഹോ, റോക്കി. എന്നാൽ അയാളുടെ നീക്കത്തിൽ വേറെയും ചില സംശയങ്ങളുണ്ട്. അതെന്താ? ഈ കക്ഷി ജയ മിസ്സിംഗ് ആവുന്നതിന് മുമ്പ് 1-2 തവണ എന്നെ കാണാൻ വന്നിട്ടുണ്ട്. ഗീതയെ ഉപയോഗിച്ച് ജെ ഡിയും നാദിരയും തമ്മിലുള്ള ബന്ധം തീർക്കാൻ സഹായിക്കണമെന്നും പറഞ്ഞു. ഗീതയ്ക്ക് അതിലൂടെ ഭർത്താവിനെ തിരിച്ചു കിട്ടുമെന്നായിരുന്നു അവന്റെ ഓഫർ. എന്നിട്ട് ഞാനതിൽ വലിയ താല്പര്യം കട്ടതായപ്പോൾ അവൻ അവന്റെ ഭാര്യയെ ഇതേ പ്രലോഭനവുമായി ഗീതയുടെ അടുത്തേക്ക് നേരിട്ടയച്ചു. അപ്പോ ഗീതയുടെ മകളെയാണ് ജെ ഡി വളർത്തുന്നതെന്നുള്ള കാര്യം അവരറിഞ്ഞിരുന്നില്ല അല്ലേ? ഇല്ല. ഇപ്പോഴും നാദിറ പറഞ്ഞിട്ടില്ലെങ്കിൽ റോക്കി അത് അറിയാനിടയില്ല. ജെ ഡിയെയും നാദിറയെ അകറ്റുന്നതിലൂടെ എന്തായിരിക്കും റോക്കിയുടെ ലക്ഷ്യം? എനിക്ക് തോന്നുന്നത് നാദിറയുടെ പേരിലെ തറവാടും മറ്റും സ്വന്തമാക്കാനായിരിക്കുമെന്ന. ജെ ഡിയുമായിട്ടുള്ള ബന്ധം വിട്ടാ അവള് പിന്നെ അവരുടെ കസ്റ്റഡിയിലാവുമല്ലോ. എന്തായാലും ആദ്യം അവനെ ഞാനൊന്ന് സ്വകാര്യമായിട്ട് വിളിപ്പിക്കാം. ചിലപ്പോ അവനിൽ തന്നെ ഈ അന്വേഷണം അവസാനിപ്പിക്കാനും പറ്റിയേക്കും. ഹമീദ് ധൈര്യമായിട്ട് വയ്ക്കോ, നമുക്ക് എത്രയും പെട്ടെന്ന് തന്നെ ഒരു പരിഹാരം ഉണ്ടാക്കാം. എന്താ? സംശയിക്കേണ്ട ഹമീദേ, ആരെ ഒന്നും അറിയിക്കാതെ തന്നെ ഇത് ഞാൻ കൈകാര്യം ചെയ്തോളാം. എന്താ പോരെ? മതി. ഓക്കെ, താങ്ക് യു. വെൽക്കം. സാറേ, ചായ.
എൽദോ, അവൾ എന്തിനാ ഇവിടെ വന്നത്? വാദിയെ പ്രതിയാക്കാനുള്ള അന്വേഷണത്തിലല്ലേ? ജിഷയുടെ അമ്മയിൽ നിന്നും തെളിവൊന്നും കിട്ടാതായപ്പോ ഞാൻ ഇവിടെ തന്നെ അവളെ ഒളിപ്പിച്ചു വെച്ചിരിക്കുകയാണോ എന്നറിയാനുള്ള ശ്രമം. ഇല്ല സാറേ, ഈ പടിക്ക് പുറത്തോട്ട് കുഞ്ഞ് കയറിയതേയില്ല. സാറിനെ കണ്ടിട്ട് എന്തോ ചോദിക്കാനാണ് വന്നത്. ഇല്ലെന്നറിഞ്ഞപ്പോൾ വന്ന വണ്ടിയിൽ തന്നെ തിരിച്ചു പോവുകയും ചെയ്തു. ഞാൻ ഒത്തിരി നിർബന്ധിച്ചു നോക്കി ഇവിടെ പിടിച്ചു നിർത്താൻ. എന്തിന്? ഇനി അത് ശരിയാവില്ല. ജിഷയെ തിരിച്ചു കിട്ടിയാൽ ഞാനിനി ആർക്ക് വേണ്ടി അവളെ ഉപേക്ഷിക്കാൻ തയ്യാറല്ല. അത് അംഗീകരിക്കാൻ നാദറിക്കും പറ്റില്ല. അഥവാ ജിഷയെ തിരിച്ചു കിട്ടാതിരുന്നാൽ അതിന് കാരണക്കാരിയായേ അവളെ എനിക്കിനി കാണാൻ പറ്റൂ. ആ, ഇത്രയ്ക്ക് ആലോചനയില്ലാത്ത തീരുമാനങ്ങളൊന്നും എടുക്കാതെ സാറേ. ജിഷ കൊച്ചിനെ തിരിച്ചു കിട്ടും. അപ്പം നേരത്തെ തീരുമാനിച്ചതുപോലെ അതിനെ ഏതെങ്കിലും ഹോസ്റ്റലിൽ താമസിപ്പിച്ച് സംരക്ഷിച്ചാൽ പോരായോ? അല്ലാതെ ഏതോ ഒരു കൊച്ചിന് വേണ്ടി സ്വന്തം ഭാര്യയെ ഉപേക്ഷിക്കാന്ന് പറഞ്ഞാൽ 4 ആൾ കേട്ടാ സാറിനാ അതിൻ്റെ കോട്ടം. ആരെയും ബോധിപ്പിച്ച് ജീവിക്കേണ്ട കാര്യം എനിക്കില്ല. എന്നാലും സമൂഹത്തിൽ ഒരു സംസാര വിഷയമാകാതിരിക്കാൻ ചില വിട്ടുവീഴ്ചകൾക്ക് തയ്യാറായേ പറ്റും. ജിഷ ഇവിടുന്ന് പോയാൽ നാദർ തിരിച്ചു വരുമെന്നാണല്ലോ വാക്ക്. എങ്ങനെയായാലും ജിഷ ഇപ്പോൾ ഇവിടെ ഇല്ല. അത് മനസ്സിലാക്കി വരുന്നുണ്ടെങ്കിൽ വരാം, ഞാൻ തടയില്ല. ഇത് വെറുതെ പറയുന്നതല്ല. CA സുഭാഷ് എനിക്ക് തന്ന വാക്കാ. ഈ ലോകം മുഴുവൻ അരിച്ചു പെറുക്കിട്ടായാലും ജയമോളെ അദ്ദേഹം നമുക്ക് കണ്ടുപിടിച്ച് തരും. നീ പിന്നെ സംശയിക്കണ്ട. ഇക്കായ്ക്ക് അത്രയ്ക്ക് അടുപ്പമുള്ള പോലീസ് ഓഫീസർ ഇവിടെ ഉണ്ടായത് ഭാഗ്യാണെന്ന് കരുതിയാൽ മതി. ഇനി ശ്രദ്ധിക്കേണ്ടത് ഗീതയാണ്. ഓരോന്ന് ആലോചിച്ച് മനസ്സ് കൈവിട്ടും കാലത്തിനും നേരത്തും മരുന്നും ഭക്ഷണവും കഴിക്കാതെ വീണ്ടും എന്തെങ്കിലും അസുഖം വരുത്തി വെച്ചാൽ അതിൻ്റെ കാരണം ഓരോരുത്തർ ചിക്കിച്ചിക്കാൻ തുടങ്ങും. അതോടെ മോളെ കാണാതായ വിവരം നാട് മുഴുവൻ പാട്ടാവുകയും ചെയ്യും. ഞാൻ മനഃപൂർവ്വമൊന്നുമല്ല. എന്റെ മോളെ ഓർക്കുമ്പോ ഇത് തന്നെ പറഞ്ഞത്. ഏത് നേരത്തും മോള് നഷ്ടപ്പെട്ടു എന്ന് തന്നെ ചിന്തിച്ചുകൊണ്ടിരുന്ന ആർക്കായാലും ഇങ്ങനെ തന്നെ. അവളെക്കുറിച്ചുള്ള വിചാരം മനസ്സിൽ നിന്ന് കളയാൻ ഞാൻ പറയില്ല. പക്ഷേ അവൾ തിരിച്ചു വരുമെന്നുള്ള ഉറച്ച വിശ്വാസം മനസ്സിൽ വെച്ച് നഷ്ടപ്പെട്ടു എന്നുള്ള ബോധം ഉപേക്ഷിക്കണം. പക്ഷേ സത്യം എന്താണെന്ന് ഞാൻ അറിഞ്ഞു പോയില്ലേ അമിത്ക? അവള് പോയ കാര്യം നിങ്ങൾ ആരും എന്നോട് പറഞ്ഞില്ലായിരുന്നെങ്കിൽ എന്റെ മോള് അവളുടെ അച്ഛൻ്റെ അടുത്ത് ഉണ്ടാവുമെന്ന് ഞാൻ കരുതിയേനെ. ഇതിപ്പോ ഒരു തുള്ളി വെള്ളം കുടിക്കുമ്പോ അവള് വല്ലതും കഴിച്ചോന്ന് ഞാൻ ഓർത്തുപോ. കണ്ണു നടക്കുമ്പോ അവൾ ഉറങ്ങിക്കാണോന്നാവും ആലോചന. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. ഇപ്പൊ ഈ രാത്രിയില് എന്റെ മോളെ എവിടെയായിരിക്കും? വല്ലതും കഴിച്ചു കാണോ? ആരെങ്കിലും കൂട്ടുണ്ടാവോ? അതോ എന്റെ പൊന്നുമോൾ ഈ ലോകത്ത് നിന്ന് പോയിട്ടുണ്ടാവോ? ഗീതേ, എന്താ ഇത്?